നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ വിളിക്കുന്ന ഒരുപാട് പരാതികളുമായിട്ടാണ് എന്നെ വിളിക്കുക. ചുറ്റിലുള്ളവർ, അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും, പ്രത്യേകിച്ച് അച്ഛൻ, അമ്മ, പാർട്ട്ണർ, കുട്ടികൾ, ഇവരൊന്നും ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എൻ്റെ വിഷമത്തെ പറ്റി അറിയുന്നില്ല അല്ലെങ്കിൽ ചോദിക്കുന്നില്ല. ഒരുപാട് പരാതികളാണ് എല്ലാവർക്കും. സോ ഞാൻ ഇവരോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളെ പരിഗണിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങൾക്കായി കുറച്ച് സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ഒരു 99% ആളുകൾക്ക് ഉത്തരം ഇല്ല എന്നായിരിക്കും. അവിടെയാണ് സെൽഫ് ലവിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നിട്ടുള്ളത് സമയമാണ്. ഈ സമയത്തെ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ടോ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ, മറ്റ് ചുറ്റിലുള്ളവർക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാനുള്ളതല്ല. 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. സെൽഫ് ലവിനെ പറ്റി പറയുന്ന സമയത്ത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് സെൽഫിഷ്നെസ് ആണോ, അതായത് സ്വാർത്ഥരായി പോവാണോ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുമ്പോൾ? ഇവിടം സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതല്ല. മറിച്ച് ചുറ്റിലുള്ള എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കുകയും പരിഗണിക്കുകയൊക്കെ ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മളെയും കൂടി നമ്മൾ പരിഗണിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഞാനും നിങ്ങളും, നമ്മുടെ ചുറ്റിലുള്ള എല്ലാം. സോ ചുറ്റിലുള്ള എല്ലാത്തിനെയും പരിഗണിച്ചിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗമായ നമ്മളെ നമ്മൾ പരിഗണിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് യൂണിവേഴ്സിന്റെ ഭാഗമായ മറ്റുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലുമുള്ളവർ നമ്മളെ പരിഗണിക്കുക? കാരണം നമുക്ക് ചുറ്റിലുള്ള ഓരോ വ്യക്തികളും നമ്മളെ മിററിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെയാണ് യൂണിവേഴ്സ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. ഒരു വ്യക്തിക്ക് നമ്മളോട് വിദ്വേഷമുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, നമ്മളെ കാണുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവരൊക്കെ നമ്മളെ തന്നെയാണ് മിറർ ചെയ്യുന്നത്. നമ്മളോട് ഏറ്റവും സ്നേഹത്തിൽ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ചുറ്റിലുള്ള ഓരോ സോൾസും, നമ്മുടെ ചുറ്റിലുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളെ മിറർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് ചുറ്റിലുള്ള വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ അല്ല, മറിച്ച് നമ്മളെ തന്നെയാണ്. അതിനാദ്യം വേണ്ടത് നമ്മളെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കണം. വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറേ സ്വപ്നങ്ങളൊക്കെ കാണാറില്ലേ? ആ സമയം നമ്മളെ പറ്റി ഒന്ന് അനലൈസ് ചെയ്യാം. ഇതുവരെയുള്ള ലൈഫിൽ ഞാൻ എന്ത് നേടി? നമ്മുടെ സ്വപ്നങ്ങളെ പറ്റി, നമ്മുടെ ആഗ്രഹങ്ങളെ പറ്റി, നമ്മുടെ ഇഷ്ടങ്ങളെ പറ്റി ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കല്യാണത്തിന് മുൻപ് നമ്മളിൽ തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുക. വിവാഹം കഴിഞ്ഞാൽ ആ പ്രയോറിറ്റി പാർട്ട്ണറിലേക്കും കൂടെ മാറും. അവരുടെ കാര്യങ്ങളും കൂടെ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലേക്കായിരിക്കും മെജോറിറ്റി നമ്മുടെ ശ്രദ്ധയുണ്ടാവാം. ഇനി കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാലോ പ്രയോറിറ്റി വീണ്ടും ചേഞ്ച് ആവാണ്. അവർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. സോ ഇതിനനുസരിച്ച് നമ്മളിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ കുറയാൻ തുടങ്ങും. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ കരിയർ മാറ്റിവെക്കുന്ന, പ്രത്യേകിച്ച് അമ്മമാരാണെങ്കിൽ നമ്മുടെ കരിയർ മാറ്റിവെക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ പാഷൻ, ഇതെല്ലാം നിങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പാഷനും ഒക്കെ മാറ്റിവെക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ അളവ് കുറയാൻ തുടങ്ങും. നമ്മളെ പോലും അറിയാതെ നമ്മുടെ സെൽഫ് ലവ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
23 മണിക്കൂറും വേണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചോ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും നമ്മുടെ പാർട്ട്ണറിന് വേണ്ടിയും പാരൻസിന് വേണ്ടിയും നമ്മുടെ കരിയർ എല്ലാത്തിനും വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അതിൻ്റെ കൂടെ വരുന്നതാണ് ആ ഒരു ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും കൂടെ അതിൽ പരിഗണിക്കപ്പെടുമ്പോഴാണ് ആ ലൈഫ് ബ്യൂട്ടിഫുള്ളായി മാറുന്നത്. മാത്രമല്ല, യൂണിവേഴ്സ് എന്ന നമ്മുടെ ഭാഗത്തെ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് ചുറ്റിലുള്ളവര് നമ്മളെ പരിഗണിക്കാൻ തുടങ്ങുക. ചെറിയൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വസ്ത്രത്തില്, നമ്മുടെ വസ്ത്രധാരണത്തില് നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി. ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പരിഗണിച്ച് ഒരു ലിമിറ്റ് എത്തുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഒരു ലിമിറ്റ് എത്തുമ്പോൾ നമുക്ക് മടുപ്പ് വന്ന് തുടങ്ങാം. അമ്മ എനിക്കിന്ന് ഈ ഭക്ഷണം വേണം, അമ്മേ ഞാൻ ഇന്നേ സ്ഥലത്ത് പോവാണ്, അല്ലെങ്കിൽ അച്ഛാ ഞാൻ ഇന്നേ സ്ഥലത്ത് പോവാണ്, എനിക്ക് പൈസ വേണം എന്ന് പറഞ്ഞ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോവുകയും നമ്മളെന്ന വ്യക്തിക്ക് അവിടെ യാതൊരു പരിഗണനയും ഇല്ലാണ്ടാവും. ശരിയല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അതേ സമയത്ത് എനിക്കും കൂടെ പുറത്തു പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്കിഷ്ടമുള്ള ഭക്ഷണം കൂടെ വെക്കുന്ന സമയത്ത് അവർക്കും അത് മനസ്സിലാവും. അവരും നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്, നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. അവർക്ക് മനസ്സിലാവും. ചുറ്റിലുള്ളവരെ പരിഗണിക്കുന്നതിനോടൊപ്പം നമുക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വാല്യൂ കൊടുക്കുക, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വാല്യൂ കൊടുക്കണം. ഇത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ മാറ്റം വന്ന് തുടങ്ങും. നമ്മളെ പരിഗണിക്കുമ്പോഴാണ് ചുറ്റിലുള്ളവർ നമ്മളെ പരിഗണിക്കുക. ഇല്ലെങ്കിൽ അവരെന്താ കണ്ടു വളർത്തുന്നത്? ഈവൻ നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും വിചാരിക്കേണ്ട, അവൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല, എന്റെ ഇഷ്ടം എന്താണോ അതാണ് അവരുടെ ഇഷ്ടം. അങ്ങനെയാണോ? അല്ല. പക്ഷെ പതിയെ നമ്മൾ പോലും അറിയാണ്ട് ആ രീതിയിലേക്ക് നമ്മൾ തന്നെ ആക്കിയെടുക്കുകയാണ്. അത് പാടില്ല. അതിനൊരു മാറ്റം വേണം. എങ്ങനെ ഇതിന് മാറ്റം കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റിവെക്കുക. ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ടാവും. ഈ വീഡിയോസ് കാണുന്ന എല്ലാവരിലും എന്തെങ്കിലും ഒരു കുഞ്ഞു കഴിവ് ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ കഴിവിനെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര ചെയ്യുക. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് സമയം അതിന് മാറ്റിവെച്ച് അത് ചെയ്യാൻ ശ്രമിക്കണം. അതൊരിക്കലും സെൽഫിഷ്നെസ് അല്ല. അത് മാത്രമല്ല, പതിയെ നമ്മളെ പരിഗണിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ചുറ്റിലുള്ളവര് അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. ഇപ്പം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ ടൈം മാറ്റുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം അതിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ, കുക്കിംഗ് ആണെങ്കിൽ അതിൽ. സോ ഇത് നിങ്ങൾ പതിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവര് അത് അക്സെപ്റ്റ് ചെയ്യുകയും പതിയെ അവരത് പരിഗണിച്ചു തുടങ്ങും. നമ്മളും അറിയേണ്ട, അവരും അറിയണ്ട. പക്ഷെ അത് സ്വമേധയാ അതവിടെ സംഭവിച്ചുകൊള്ളും. നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കി മാറ്റണം നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം തന്നെ. പതിയെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം പുറമേയുള്ള സന്തോഷം മാത്രമല്ല, മറിച്ച് നമുക്കൊരു ഇന്നർ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അതിപ്പം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ പാഷൻ അനുസരിച്ച് ഇപ്പം കുക്കിംഗ് ചെയ്തിട്ട് ഏൺ ചെയ്യുന്ന എത്ര പേരുണ്ട്. ഡാൻസ്, മ്യൂസിക്, ചിത്രം വരയ്ക്കുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണ്. ഇതെല്ലാം നമുക്ക് വരുമാന മാർഗമായി വരും. എല്ലാം കൊണ്ട് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം.
അത് ജീവിതത്തിൽ സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളതിലല്ല, മറിച്ച് നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവണം. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ്. അത് ബിൽഡ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സോ നിങ്ങളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അതിലേക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും ഫോക്കസ് ചെയ്യുക. അതിനോടൊപ്പം ചുറ്റിലുള്ളവരെയും കൂടെ പരിഗണിക്കുക. അപ്പോഴാണ് ജീവിതം ബ്യൂട്ടിഫുള്ളായി മാറുന്നത്. സോ സെൽഫ് ലവ് നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ്. കാരണം നമ്മളും ഈ യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. താങ്ക് യു.